എന്തുവാണ് അവന്തി എവിടെ? അറിയില്ല. അറിയില്ലേ? അയ്യോ അയ്യോ ചാരു, അമ്മച്ചി, അമ്മാവ, അയ്യോ ഒരു കാലം എന്റെ ദൈവമേ എനിക്ക് വയ്യ. അയ്യോ ചാരു, അയ്യോ പക്കടി പതുക്കെ പതുക്കെ. അയ്യോ ഒരു കാലം, അയ്യോ എനിക്ക് വയ്യ. അമ്മാവ ഞാൻ സ്ലിപ്പായി വീണത്. അമ്മച്ചി ഈ സമയത്ത് സ്ലിപ്പ് ആവാൻ വേണ്ടിട്ട് നീ എന്തോ കാണിച്ചത്? ഈ വേഷം നിനക്ക് ഊരാറായില്ലേ? മാറും, ഞാൻ പോട്ടെ. എവിടെ പോണ്? എടി ഇന്ന് ഉച്ച തൊട്ട് നീ തുടങ്ങിയാണ് ഓരോ കോപ്രായങ്ങള്. എന്താ നിന്റെ പ്രശ്നം? പറ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ടീന മോള് പറഞ്ഞ പോലെ സൈക്കിളിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? പൊന്നെങ്കിലെ സൈക്കിളിന്റെ പ്രോബ്ലം അല്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം. ആ പറഞ്ഞ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ? അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? അത് പിന്നെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുമായിരുന്നു. എന്തിന്? എനിക്ക് അബ്രോഡ് ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട്. എടി അബ്രോഡിലെ ജോലിയും ക്ലാസിക്കൽ ഡാൻസും തമ്മിൽ എന്താ ബന്ധം? ക്ലാസിക്കൽ ഡാൻസ് ടീച്ചർ ആയിട്ടാണ് ജോലി, അതിനു വേണ്ടി പഠിക്കുക. അയ്യാ, മോക്കതിന് ഡാൻസ് അറിയാമോ? യൂട്യൂബിൽ നോക്കി പഠിക്കും. അതിനാണോടെ നീ പാത്രം തട്ടി തറയിട്ടത്? വേണമ്പോളെ ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനെ പാത്രത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് കളിക്കുന്ന ഒരു ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്. അത് കളിച്ചപ്പോഴാണ് വീണത്. എന്റെ പൊന്ന് ഫ്രീക്കേ, എല്ലാത്തിനും അതിൻ്റെതായിട്ടൊരു സംഭവം ഉണ്ട്. ഇടി അതിന് അതിൻ്റെതായിട്ടൊരു പാത്രം, അല്ലാണ്ട് ഈ പാത്രത്തിലാണോ ചെയ്യണത്? അതിന് ആ പാത്രം ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഉള്ള പാത്രം വെച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ അതിനകത്തേറിയിട്ടാണോ ചെയ്യണത്? ഇതൊക്കെ കാണുമ്പോഴേ മോക്ക് മോളുടെ അടുത്ത് ഞാൻ ഒരു കഥ പറഞ്ഞു കേട്ടെ, മങ്കി സിംഗിന്റെ. പറയട്ടാ? അമ്മാനുണ്ട്, അമ്മാനൊരു മങ്കി സിംഗ് ഉണ്ട്. റൂമിൽ തുടങ്ങണേ. ഞാൻ പോത്തില്ല. എടി ഇന്ന് രാത്രി ഫുള്ള് കാണാതെ എന്ത് പഠിച്ചിട്ട് വേണം നാളെ അവർക്ക് ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ. എങ്കിലും ഇവർ ഓക്കെ പറയത്തില്ല. കിണിക്കല്ലേ മണ്ട അടിച്ചാൽ പൊട്ടിക്കും ഞാൻ. എന്റെ പൊന്നാന്തി, ഇത് ക്യാപ്സ്യൂളൊന്നും അല്ല. ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങി കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല. അതിൻ്റെതായ ചിട്ടയും പ്രാക്ടീസ് ഒക്കെ കാണും. കയറിപ്പൊടി. പതുക്കെ പോണേക്കോളെ, പോയാണെ ദൂരിട്ടോളാം കേട്ടാ. വണ്ടി വണ്ടി പോണാക്ക്. താങ്ങ്. നട്ട പാതിരേക്കാണ് സിനിമാസ്റ്റിക് ഡാൻസ് കളിക്കുന്നത്. സിനിമാസ്റ്റിക് ഡാൻസ്. അമ്മച്ചി അമ്മച്ചി. മേഡം, എൻ്റെ അഭിപ്രായത്തിൽ ഉടനെയൊന്നും നമ്മൾ ഈ മിഷനിൽ നിന്ന് വിഡ്രോ ചെയ്യരുത്. ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന ആള് കുഞ്ഞിനെ തേടി ഇവിടെ എത്തിയാലോ? അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? അതെ, എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് ഉറങ്ങൊന്നും വേണ്ടേ? എന്ത് പതുക്കെ നീ എന്തോ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? കുറെ നേരമായില്ല. എന്റെ വാലിരിക്കണ കേൾക്കും. ഞങ്ങൾ ഉറങ്ങാൻ നേരത്തിന് വന്ന് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ഹലോ, ഇത് എന്തുവാടാ നീ പറയുന്നേ? നമ്മൾ ഇന്നലെ സംസാരിച്ചെങ്കിൽ വന്നല്ലേ ഉള്ളൂ. എടുത്തേ പിടിച്ചെന്ന് ഞാൻ എവിടെ നിന്ന് ഐഡിയ തരാ? നീ എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ പറഞ്ഞു തരാ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നീ നല്ലൊരു ഫ്രൂട്ട്സ് കട പോയി കണ്ടുപിടിച്ചിട്ടേ അവിടെ നല്ല അടിപൊളി കുറച്ച് അധികം ഫ്രൂട്ട്സ് അങ്ങ് വാങ്ങിച്ചോണ്ട് വരെ. എടാ, ഇന്നലെ നമ്മുടെ അവന്തി മറിഞ്ഞു കുത്തി വീണ് കാലുളുക്കിയിരിക്കുക. ഫ്രൂട്ട്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് അവളുടെ കാല് പിടിച്ചങ്ങ് കേറാം. എന്റെ പൊന്നു മണ്ട, അവളുടെ കാല് പിടിക്കാനല്ല ഞാൻ പറഞ്ഞേ. നമുക്ക് ആ സെന്റി പിടിച്ചങ്ങ് കേറാം. പറ്റിയ ചാൻസ് ആണ്. നീ വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോരെ. അതെ, വെക്കലേ വാങ്ങിക്കാൻ നേരത്തെ കുറച്ചധികം വാങ്ങിച്ചോട്ടാ. ആ കാല് വയ്യാണ്ടിരിക്കുമല്ലേ. ശരിയടാ, ഓക്കേ. മണ്ടൻ. എന്തായാലും ഫ്രൂട്ട്സ് കഴിക്കാൻ എനിക്ക് കുറച്ചായി. ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട്. കട്ടായിട്ടുണ്ടായിരുന്നില്ലേ? ഹലോ, കേട്ടല്ലേ? എനിക്ക് കഴിക്കാലോ അവൾക്ക് കൊണ്ടുവരാൻ നേരത്ത്. അത് പറഞ്ഞതാ. ശരിയടാ, വേഗം പോരാട്ടാ.
ചമ്മി നാറി. ആ പിന്നെ ചാരുവിന് ഇതൊന്നും പിന്നെ കുഴപ്പമില്ലല്ലോ, ഫ്രൂട്ട്സ് കഴിക്കാം. അത് മാത്രം ഫോക്കസ് ചെയ്യാം. അമ്മേ നീ എങ്ങനെ നടന്നത്? എന്റെ കാലും കൊണ്ട്. നിന്റെ കാല് ഉളുക്കിയതില്ലായിരുന്നാ? ആ രാവിലെ നീച്ചപ്പോ ശരിയായല്ലോ. അതെന്തിനിപ്പോ ശരിയായത്? ഒരു ഉച്ചവരെ ഹോൾഡ് ചെയ്യാറുന്നില്ലേടി? നിനക്കത് വട്ടായോ? ഉച്ച വരെ കഴിഞ്ഞ് ശരിയായാ മതിയെന്ന്. എടി ഇതെന്റെ കാല, അല്ല നിന്റെ അപ്പൂപ്പന്റെ റേഡിയോ അല്ല. അപ്പൂപ്പനെ പറഞ്ഞല്ലോ. സോറി, നിനക്ക് പറഞ്ഞല്ലോ, അങ്ങനെ ആരും ഇല്ലല്ലോ. അതുപോട്ടെ. എടി ഞാനിപ്പോ പോയി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി വരും. നീ എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസ് എടുത്ത് തരണേ. എന്തിന്? എടി മണ്ടി, നീ മറന്നോ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ അബ്രോഡ് ജോലിയുടെ കാര്യം, അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കാനാ. എന്റെ പൊന്നു മോളെ, നിനക്ക് ക്ലാസിക്കൽ ഒന്നും അറിയാണ്ട് പിന്നെ നീ എങ്ങനെയാ ജോലിക്ക് പോകുന്നേ? എടേ ചാരു, ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വിസ വരാൻ കുറച്ച് സമയം എടുക്കും. അതിനുള്ളിൽ ഞാൻ ഈ കുന്ത്രാണ്ടൊക്കെ പഠിച്ചെടുത്തു പറയാം. എന്റെ പൊന്നു മോളെ, ഈ കലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുന്ത്രാട്ടം എന്നൊന്നും വിളിക്കാൻ പാടില്ല. അതൊക്കെ ഒരു ദൈവിക സംഭവമാണ്. ആ കുന്ത്രാണ്ടം പോലും എന്നാ ദൈവിക സംഭവമായി ആ കല ഞാൻ പഠിച്ചെടുക്കും. പോരെ, ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സ് കിട്ടു വരാവേ. എടാ നീ എന്തോന്നും പറയാത്തേ? ഞാൻ ഇതിലെന്തോന്ന് പറയാ, നീ നിന്റെ ഐഡിയ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യടേ. ഞാൻ എന്ത് നീ അതിനകത്ത്? എടാ എനിക്ക് ഐഡിയ ഇല്ലാത്തോണ്ടല്ല. പിന്നെ അത് പിന്നെ നമ്മൾ ഒരുമിച്ച് ഒരു ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഈ കേസൊക്കെ തെളിയിച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ നിനക്ക് ഒന്നാമത് എന്നോട് ഈഗോ ആണ്. ഞാൻ ഈഗോ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ആകെ സീനാവും. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്കും കൂടെ ഫേമസ് ആവാൻ, രണ്ടുപേർക്കും ഫേമസ് ആവാം. എന്നെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വന്നിരിക്കുന്നത്. അയ്യോ, സഹിക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് അന്വേഷിക്കാൻ പേടിയാണ്, പേടിത്തൂറി. അതൊക്കെ തുറന്നു പറ. എനിക്ക് എടാ ചെറുക്കാൻ, ഞാൻ ബോംബെയിൽ ഇതിനേക്കാൾ വലിയ കേസൊക്കെ തെളിയിച്ചിട്ടില്ല. എനിക്ക് പേടിയൊന്നുമില്ല. കേസ് തെളിയിച്ചോണ്ടെങ്കിൽ പോയി തെളിയിരി. എന്റെ അടുത്ത് വന്നിരിക്കുന്ന എന്തിന്? അപ്പൊ തെളിയിച്ച പോലെ അപ്പൊ നിനക്ക് ഫേമസ് ആവണ്ടേ? നീ ഫേമസ് ആവണ്ട. ഞാൻ ഇവിടത്തോളം അല്ലറ ചില്ലറ ചെറിയ കേസുകളൊക്കെ അന്വേഷിച്ച് ചെറിയ ന്യൂസുകളൊക്കെ കണ്ടുപിടിച്ച് ഞാനങ്ങ് ഫേമസ് ആയിക്കോളാം. ഞാൻ എൻ്റെ കാര്യത്തിൽ നടക്കട്ടെ. ബോസുമായിട്ട് എനിക്ക് വലിയൊരു കാര്യം ഡിസ്കസ് ചെയ്യണം. ഞാൻ പോകും. ചാരുവാണ് അവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്നാണ് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ. കമ്മടി ചാരുവാണ് അവരുടെ ടാർഗറ്റ് എന്ന്. ചാരു? ആ, യുവർ ചാരു. ഇതെന്താ ആദ്യം പറയാത്തത്? അത് പിന്നെ കേസൊക്കെ തെളിയിച്ച് നമുക്കൊരു സർപ്രൈസ് തരാമെന്ന് വെച്ചിട്ട് പറയാറുന്നതാ. എൻ്റെ പൊന്നിട്ടീണ, നീ മണ്ടിയാണോ? എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ്. നമ്മൾ ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഒരാൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യമില്ല നമ്മളടുത്ത് ആദ്യം പറയേണ്ടത്. ഇതൊക്കെ പിന്നീടാണ് വെച്ചിരിക്കണ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര കഷ്ടം തന്നെ കേട്ടാ. ചാരു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ചാരു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ചാരുവിനെ വെച്ച് കളിക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യും, നേരത്തെ എന്നോട് പറഞ്ഞ ആ ഡയലോഗ് ഒന്നോട് പറഞ്ഞ അവർ പറഞ്ഞത് മേഡം എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട ആൾ ഉടനെ വരുമെന്ന് അങ്ങനെ പറഞ്ഞു. അത് ചാരു ഇല്ലല്ലോ. എടാ അത് ചാരുവിൻ്റെ പേര് പിന്നെ പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ ഡയലോഗ് പറ, ചാരുവിനെ പറ്റി പറഞ്ഞ ഡയലോഗ് പറ. അത് ചാരുവിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുമെന്ന്. തട്ടിക്കൊണ്ട് പോയിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നല്ലേ? അപ്പൊ തട്ടിക്കൊണ്ട് പോകാനാണ് പ്ലാൻ. അതെ. അപ്പൊ ചാരുവിനെ തട്ടിക്കൊണ്ട് പോകുന്നതിന് മുന്നേ അവളെ കിഡ്നാപ്പ് ചെയ്യണം. ആരെ? പറഞ്ഞവളെ, മറ്റേ ഇവളല്ലേ പറഞ്ഞ സോന. അവളെ പൊക്കാം. ഒരു കാര്യം ചെയ്യും, പിന്നെ പോയിട്ട് ചാരുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. പിന്നെ അവളെ മയക്കാനുള്ള സാധനങ്ങൾ റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ? എടി മോളെ, എടി എൻ്റെ ഒരു സൂപ്പർ ഐഡിയ കിട്ടി, പുതിയ ബിസിനസ് തുടങ്ങാൻ. എന്താ ഐഡിയ? അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വച്ചടി കയറ്റമായിരിക്കും. ഒരുപാട് പൈസയും കിട്ടും, ഒരുപാട് പൈസ. ഐഡിയ എന്താന്ന് കേട്ടെ. അതെ മോളെ, നമ്മളെ വിളയിലുള്ള മൊത്തം പച്ചക്കറികൾ എടുത്തിട്ട് മോള് ഫോട്ടോ എടുക്കണം. എന്നിട്ട് മോളുടെ മൊബൈലിൽ ഇടണം. ഇട്ടിട്ട് അതിൻ്റെ താഴെ എഴുതി വെക്കണം, നല്ല ഇനം പച്ചക്കറികൾക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുക്കണം. അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളതിൽ പൈസ പടപടപടപടാന്ന് വരും. ഇങ്ങനെയുണ്ട്. എന്നാലേ ഇതൊക്കെ ആൾക്കാരെ വർഷങ്ങൾക്ക് മുന്നേ പയറ്റി ജയിച്ച പരിപാടിയാണ് അമ്മാവനി പറയുന്നത്. അതങ്ങനെ ശരിയാവും? ഞാനിപ്പോൾ അവിടെ വാഴയ്ക്ക് തടം എടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണിത്. ഇതങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ പറ്റും? അമ്മാവനെ ട്യൂബ്ലൈറ്റ് അമ്മാവാ. ട്യൂബ്ലൈറ്റാ? അമ്മാവന് പെട്ടെന്നൊന്നും കത്തത്തില്ലാന്ന്. എൻ്റെ അമ്മാവാ, ഇപ്പോഴേ ആൾക്കാർ മീനും ഇറച്ചിയും വരെ ഡോർ ടു ഡോർ വിറ്റോണ്ടിരിക്കുന്ന സമയത്താണ് അമ്മാവൻ്റെ പച്ചക്കറി കൃഷി വല്ല നടക്കണ വല്ല കാര്യം ഉണ്ടായി പറ. അങ്ങനെയാണെങ്കിലും അവരൊന്നും ജൈവ പച്ചക്കറി അല്ലല്ലോ വിൽക്കുന്നത്. ഞാൻ ജൈവ പച്ചക്കറി അല്ലേ? അമ്മാവാ,
പറയണോണ്ടൊന്നും തോന്നരുത്. ഞാൻ അമ്മാവനെ ഇതാക്കൊന്നുമല്ല. ജൈവവും അല്ലാത്തതും എല്ലാ സാധനങ്ങളും ഇപ്പൊ ഡോർ ടു ഡോർ വരുന്നുണ്ട്. ഒരു കുന്തം അറിയത്തില്ല വെറുതെ തറ. അതെ അതെ, നീ എന്നെ നിരുത്സാഹപ്പെടുത്താ. നിനക്ക് ഒരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ എനിക്ക് വേണ്ടി? എന്തുവാ? നീ അവിടെ വന്നിട്ട് നിന്റെ കുറെ ഫോട്ടോ എടുത്ത് നിന്റെ മൊബൈലിൽ ഇട്ടിട്ട് ഈ നല്ല ജൈവ പച്ചക്കറികൾക്ക് സമീപിക്കുക എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കാൻ പറ്റുമോ? ചെയ്ത് വന്നൊന്ന് ഫോട്ടോ എടുവാ. ഇപ്പൊ പറ്റില്ല. എന്ത്? ഇപ്പൊ എനിക്ക് വേറെ കൊട്ടേഷൻ ഉണ്ട്, ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാനുണ്ട്. വേറെ ആർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ? ഓ ഞാൻ റെഡി. ഇതെന്തോ ഊരി വെച്ചില്ലേ മോളെ? ഇതെന്തോന്ന് കോൽപ്പെട്ട് നടക്കണം? നാണക്കെടില്ല എനക്ക്. How dare you, മൊട്ടത്തലയാ അമ്മാവാ? ഒരു ഡാൻസിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്? തനിക്ക് മ്ലേച്ഛമില്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് കോലം കെട്ടിക്കൊണ്ട് പിന്നെ ഇങ്ങനെയല്ല പിന്നെ എങ്ങനെ ചോദിക്കണം? എന്റെ പൊന്നു മോളെ, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടാ? ഓ, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഈ മത്തങ്ങ തലയും കണ്ട് ഈ പണ്ടാരം പിടിച്ച വീട്ടിൽ ഇങ്ങനെ ജീവിച്ചു തീർക്കാം. എന്ത് മതിയാ? മിണ്ടരുതനോട്. എടിച്ചാരു, നീ വന്നേ, എനിക്ക് കുറച്ച് ഫോട്ടോസ് പെട്ടെന്ന് എടുത്താ. ബാ. ആദ്യം നീ ഫോട്ടോ എടുക്കാനുള്ള പോസ്റ്ററുകളൊക്കെ ഒന്ന് കാണിക്കും. പോസ്റ്റിൽ നിന്ന് കാണിക്കാൻ, എന്നിട്ട് എടുത്തുതരാം. അയ്യയ്യോ പൊന്നു മോളെ, ഇത് പിച്ചക്കാരനെ പോലെയാണ് ഇരിക്കുന്നത്. അത് ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ഇതൊക്കെ എടുത്തിട്ട് ജോലിക്ക് വേണ്ടി അയച്ചാലേ അവർ ജോലിയല്ല. ഇങ്ങോട്ട് നോക്ക്, നല്ല പാടി നല്ല പാർസലൊക്കെ നല്ല അടി അയച്ചു തരും അവർ. എനിക്ക് ഇനി ഓരോ നിമിഷം ഇവിടെ ഇരുന്ന പോലെ ആ പണയിൽ പോയി എന്തെങ്കിലും വാഴക്കോ എന്തെങ്കിലും ചേനക്കോ പോയി വെള്ളം ഒഴിക്കും. അവിടെ തന്നെ പോകാൻ വേണ്ടത്. നിന്റെ ഈ കോലം കെട്ടലും ഈ കൂത്താണെങ്കിലും കാണുന്നേക്കാട്ട് നല്ലത് വാഴപ്പണയിൽ പോയി വെള്ളം കോരണ തന്നെ നല്ലത്. നായമല്ല ഇത്. പൊട്ടക്കടവാ. ഞാനേ നന്നാവുന്ന നിങ്ങളുടെ അമ്മാവൻ ഇഷ്ടപ്പെടുന്നില്ല, അത് തന്നെ കാര്യം. അവിടെ നില്ല്, എടുത്തുതരാം. എന്തെങ്കിലും ഒന്നും മര്യാദക്ക് മെനക്കി നിക്കടി. നിനക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആര് തരാനാണ് ജോലി? പിന്നെ എങ്ങനെയാ നിക്കുന്നേ ചാരു? അത് ഞാൻ കാണിച്ചു തന്നെ. മര്യാദക്ക് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ നിക്ക്. കൊള്ളാം. നീ എവിടെ അടിയെന്നാലുണ്ടല്ലോ. ഒന്നും കൂടി. നീ വേണ്ടത് നോക്ക്. ദാ ഇങ്ങനെ. കണ്ടേ 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 അളിയാ എന്തിവിടെ? ഞാൻ ചുമ്മാ ഇതുവഴി പോയപ്പം പരിചയമുള്ള വീടല്ലേ അപ്പം ഇതുവഴി അങ്ങ് ദൂരെ പോവാ, കുഴപ്പമൊന്നുമില്ല. എന്തിനും ഇങ്ങോട്ട് തിരിഞ്ഞു കയറുന്നത്? അല്ല ഞാൻ എൻ്റെ ലവറിനെ കാണാൻ വേണ്ടി വന്നു. അത് ലവർ, അത് ലവറിനെ നമുക്ക് അറിയാം. അവന്തി ആയിരിക്കും. അവന്തി എൻ്റെ ലവറിനെ. എടാ അതൊക്കെ സെറ്റായി. സെറ്റായിരുന്നു? ആ എപ്പോൾ സെറ്റായി? എടാ എല്ലാം നിൻ്റെ അടുത്ത് പറയണമെന്നുണ്ടോ അളിയാ? എന്നാലും എപ്പോൾ സെറ്റായെന്ന് പറ. എടാ അതൊക്കെ എൻ്റെ ബുദ്ധി കൊണ്ട് അതൊക്കെ സെറ്റാക്കി എടുത്തു ഞാൻ. നീ എങ്ങനെയാണ് ഇതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്? എടാ ബിസിനസ്മാൻ്റെ ബുദ്ധിയാണ്, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലും പറ, ഞാനും കൂടെ സെറ്റാക്കാൻ നോക്കാമല്ലേ. അളിയാ ഞാൻ ഒരു ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്തൊരാവശ്യം? ഞാൻ അവർക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. യാർക്ക്? യാർക്കെന്ന് ചോദിച്ചാൽ ഇവിടെ എനിക്ക് കാണേണ്ട ആരെയാണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഫ്രൂട്ട്സ് കൊടുക്കാൻ മാത്രം എന്തായിരിക്കുന്നു? ഇതെന്തോ അതല്ല ആ വെള്ള കവറിൽ ഇതാ അവല്. അവലെ നനച്ചാർക്ക് കഴിയേ അമ്മാവനോട്. അമ്മാമന് നീ കൊടുത്ത് സത്യം പറ. ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആർക്ക്? മൈ ലവർക്കോ ദനകെ മേ ആഗത്താഹു. അതുവാ നീ പോയാൽ മതി, ഞാൻ വന്നോളാം. എന്ത് രണ്ടു കൂടെ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. ഞാനല്ലേ ആദ്യം ഞാൻ കൊടുത്തിട്ട് കൊടുത്താൽ മതി. ഒരേ കവർ എങ്കിലടാ തിരി എന്തറാ എച്ചുതരം കാണിക്കാൻ എന്താ? ആടി ഒന്ന് കുറച്ചുകൂടി ഭംഗിയിലും. എടി മുദ്രയൊക്കെ കറക്റ്റ് പിടിക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ നീ ക്വാളിഫൈഡ് ആണെന്ന് മനസ്സിലാവണ്ടേ? അതെയോ? അടുത്തത് നീ ഒന്ന് കാലൊക്കെ പൊക്കിന്ന്. ഇത്രയും പൊക്കണോ? മാക്സിമം പൊക്കണം. പൊങ്ങത്തില്ല കേട്ടോ. ആടെയാ ഓട്ടെ. എവിടെ സെറ്റാവണം? കാല് മാക്സിമം പൊക്കടി. നീ പറഞ്ഞ മറ്റേ മാടമ്പിള്ളിലെ മാനസിക രോഗിയെ വേറെ ആരുമല്ല, ഈ ഉണക്കവന്തിയാണ്. എന്തിനാ എടുത്തോ? അയ്യോ സുന്ദരിയായിരുന്നു നമ്മള് പട്ടായി പോയി. ഇതാ
ആടുന്നു ഇതെന്ത് പോലെ നീയൊക്കെ എന്താ ഇവിടെ നിന്ന്? അയ്യോ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നിനക്കൊരു കാര്യം അറിയാമോ? നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് വണ്ടിയും വെച്ച് ഒരു കിലോ ആപ്പിളും മേടിച്ചോണ്ട് ഏട്ടൻ നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നു. കേറി ഭയങ്കര കേറി. എടാ ചുമ്മാ മോള് പറ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണോ? കയ്യിൽ നിന്ന് നീ ആദ്യം വിട്ടെ. എന്റെ കാലം ഒരു കുഴപ്പമില്ല. വേട്ടൻ ചെന്നേ. ഡേയ് പോവാൻ ഞാന് രണ്ടുപേരോടും കൂടി പറഞ്ഞത്. അങ്ങനെ പറയല്ലേ പേട്ടത്തിനൊക്കെ ആപ്പിളോട്ടോടോ ഇരിക്കണ. എനിക്കൊന്നും വേണ്ട നിന്റെ ആപ്പിള്. മുന്തിരി. പേട്ടന്റെ മുന്തിരി സൂപ്പർ മുന്തിരി. എടിച്ചാരു ഇവന്മാർ അങ്ങനെ അറിഞ്ഞത് എനിക്ക് വയ്യാത്ത കാര്യം നീയാണോ വിളിച്ച് പറഞ്ഞത്? ഞാനെങ്ങനെ വിളിച്ചു? ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ വിളിച്ച് പറയണേ? നിന്ന് അഭിനയിക്കല്ലേ ചാരു, നിന്ന് അഭിനയിക്കല്ലേ. നീ ആയിരിക്കും ഇവനെ വിളിച്ച് പറഞ്ഞത്. എടാ നീ എന്തിനും കൂടെ വന്നത്? ഞാൻ വിളിച്ചാ? ശ്യാമേ നീ പോവാൻ നോക്ക്. പോയിട്ട് പിന്നെ വാ. പിന്നെന്തിനാ വരുന്നത്? ഇങ്ങോട്ട് വരണ്ട. പോ ഇറങ്ങിപ്പോ. എടി അവന്തി അങ്ങനെ കണിച്ചോരല്ലാണ്ട് കാണിക്കലടി. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കാരണം അവൻ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് എന്നാ പിന്നെ തോളിലോട്ട് കയറിയിരിക്കും. ദേ ഞാൻ എന്താ വല്ല ചിമ്പാൻസി ആണോ കാണാൻ വരുമ്പോ ഫ്രൂട്ട്സും കൂടെ ഒക്കെ വരാനെ കൊണ്ട്? കിണിക്കലേ കൂടുതൽ കിണിക്കലേ. ഞാൻ ചിരിച്ചില്ല. നിന്റെ അവന്റെ അടുത്ത് വിടാതിരിക്കാൻ പറ. അവന്റെ അടുത്ത് വിട്ടായിരിക്കാൻ പറ. രണ്ടുപേരോട് പോവാനാ പറഞ്ഞത്. നീ അല്ലേ പറഞ്ഞ സെറ്റ് ആയെന്ന്? അവന്റെ സെറ്റ് എന്താ സെറ്റ്? അത് ഇപ്പൊ ടെൻഷനിൽ നിന്ന് നാടകം കളിക്കാതെ ഇറങ്ങി പോടേ. ജീനക്ക് തരാൻ വേണ്ടി ബോസ് തന്നു കേട്ടാ. എന്ത് കഴിച്ചില്ലേ ബാബു? ആത്താ ഞാൻ കഴിച്ചോളാം. എന്നഴിവത് ഞാനല്ലേ നീ കഴിച്ചു. അതാണ് പോട്ടെ. അവൻ്റെ ഒരു മാന്യം നോക്കിയാണ്. ചാരു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഈ ഫ്രണ്ട് ഇല്ലേ വാഞ്ഞത്, അവൾ കുറെ നാളായിട്ട് എന്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിധം മാറുമെന്ന് പറയണം കേട്ടോ അവളുടെ അടുത്ത്. ചാരു മര്യാദയ്ക്ക് ഇവനെ പറഞ്ഞു കേട്ടോ. അവൻ പോയില്ലേ പിന്നെ ഇവൻ ഇവിടെ നിൽക്കുന്നത്? ഫോണ് ഓടാ. എടി ഇങ്ങനെ എന്തിനാടി മനുഷ്യന്മാരെ ഇൻസൾട്ട് ചെയ്യണേ? നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് വന്നതല്ലേ. മനുഷ്യന്മാരെ ഇൻസൾട്ട് ചെയ്തെന്നോ? ആരും ഇൻസൾട്ട് ചെയ്തെന്ന് ഞാൻ കാര്യമില്ലേ പറഞ്ഞത്? മനുഷ്യന്റെ ഫോട്ടോ എടുക്കാനുള്ള മൂടും പോയി. എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. കഴിക്കാതെ കളയാനാണ് പെണ്ണുപിള്ളേ. കഴിക്കരുത് പറഞ്ഞില്ലേ? അമ്മയുടെ സ്വഭാവത്തിൽ മാറി നിൽക്കാം അങ്ങോട്ട് ഒന്ന് പോയി. കഴിക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും വെക്കുന്ന സാധനങ്ങള് നിനക്ക് എടുത്ത് വെട്ടി വീഴുന്നുണ്ടെങ്കിൽ നിനക്കുള്ള സാധനങ്ങൾ ഞങ്ങൾക്കും കഴിക്കാം. അത് കഴിക്കില്ലേ? ഓ എടി അത് കഴിക്കരുത് പറഞ്ഞില്ലേ? ഇവൾക്ക് കിട്ടിയ സാധനം നമ്മൾ കഴിക്കാൻ പാടില്ലെന്ന്. നമ്മ ഇവിടെ വാങ്ങിച്ചു വെക്കണ ചായപ്പൊടിയും പഞ്ചസാരയും ദോശപ്പൊടി മുട്ട ഓംപ്ലേറ്റ് പുട്ടും പഴം അങ്ങനെ അയ്യോ മെയിൻ സാധനം അവന്തിയുടെ ബൂസ്റ്റ് ഇതൊക്കെ ഇവളെടുത്ത് വെട്ടി വീട്ടിട്ട് നമുക്കൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. നിന്റെ ബൂസ്റ്റ് അതെ അതെ അങ്ങളെ കഴിക്കല്ലേ? അതെന്തോന്ന് പരിപാടി മോളെ. നമ്മളിവിടെ എല്ലാരും ഒരു കുടുംബം പോലെ നിൽക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ അവര് രണ്ട് ആപ്പിൾ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞു. എന്തിനാണ് മോള് ഇങ്ങനെ ബഹളം വെക്കുന്നത്? അങ്ങളെ ശരിയാണോ? എന്റെ പൊന്നങ്കിളെ ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞതിന് കാരണമുണ്ട്. എന്ത് കാരണം? അത് പാപ്പു സോനും ചില്ലറക്കാരെല്ലാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിട്ട് ഞാനും പാവിയും കൂടെ ഒരു മിഷൻ പ്ലാൻ ചെയ്തിരുന്നു. അവരെ അൺകോൺഷ്യസ് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനു വേണ്ടി മെഡിസിൻ ഇഞ്ചക്ട് ചെയ്ത ആപ്പിളാണ് എന്റെ പൊന്നങ്കിളെ നിങ്ങൾ എല്ലാവരും കൂടി എടുത്ത് കഴിക്കുന്നത്.